ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപഃ ന ഗുരോരധികം ജ്ഞാനം തസ്മൈ ശ്രീ ഗുരവേ നമഃ. സാക്ഷാത് പരബ്രഹ്മസ്വരൂപിയായ ഗുരുവിൻ്റെ പാതാരബന്ധങ്ങളിൽ പ്രണാമം, ആചാര്യപാദങ്ങളിൽ പ്രണാമം. അഷ്ടോത്തര ശതനാമാവലിയിലെ 19ഉം 20ഉം മന്ത്രങ്ങളാണ് ഇന്ന് ചെറിയ വിശകലനത്തിനായിട്ട് എടുക്കുന്നത്. മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക. സഗുണ പൃഥ്വിവയാദിഭൂതോത്തരായ നമഃ. അവസ്ഥാത്രയ സാക്ഷിണേ നമഃ. ഇതാണ് 2 മന്ത്രങ്ങൾ. മന്ത്രം 19 പറയുന്നത് ഓം സഗുണ പൃഥ്വിവ്യാധിഭൂതോത്തരായ നമഃ എന്നാണ്. ഇവിടെ പഞ്ചഭൂതങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഗന്ധാദി ഗുണങ്ങളോട് കൂടിയ ഭൂമി മുതലായ പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങളെക്കാൾ ഉത്കൃഷ്ടനായ ഈശ്വര ചൈതന്യമായ പരബ്രഹ്മസ്വരൂപിയായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ നമ്മൾക്കിവിടെ പറഞ്ഞു തരുന്നത്. അതായത് ഓരോ മന്ത്രങ്ങളിൽ കൂടി ഗുരുവിൻ്റെ യഥാർത്ഥ രൂപം നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഓരോ മന്ത്രങ്ങളും അതിനുതകുന്നതാണ്. ഇവിടെ പഞ്ചഭൂതങ്ങൾ, നമ്മൾക്കറിയാം പ്രപഞ്ചത്തിൽ എന്തുണ്ടോ എല്ലാം നിർമ്മിതമായിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ആ പഞ്ചഭൂതങ്ങൾക്കും അപ്പുറത്ത്, അതായത് അവയുടെ ഗുണങ്ങൾക്കും അപ്പുറത്ത്, പഞ്ചഭൂതങ്ങൾക്കൊക്കെ ഗുണങ്ങളുണ്ട് അല്ലേ? 5 ഗുണങ്ങളുണ്ട് അവയ്ക്ക്. ശബ്ദ സ്പർശ രൂപരസ ഗന്ധങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും, ആ എല്ലാ ഗുണങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് നിൽക്കുന്നവൻ എന്നാണ്. അതുകൊണ്ടാണ് സഗുണങ്ങളോട് കൂടിയ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വസ്തുക്കളെയും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എല്ലാത്തിലും പഞ്ചഭൂതങ്ങൾ അതിൻ്റെ ചേരുവകൾ വേണ്ടുന്ന രീതിയിൽ ചേരുവകൾ ചേർന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് ഗുരു പല സ്ഥലങ്ങളിലും പറഞ്ഞു തരുന്നുണ്ട്. പിണ്ടനന്ദിയിൽ നമ്മൾക്ക് കാണാമല്ലോ, മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി അല്ലേ? അവിടെ എണ്ണിപ്പിടിച്ചറയിലിട്ടിരിക്കുകയാണ്. അതായത് അതിൻ്റെ ഏത് റേഷ്യോയിലാണോ ഇത് 5ഉം ചേരേണ്ടത് അതനുസരിച്ച് ചേർത്തിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ശരീരവുമൊക്കെ അങ്ങനെയാണ്. ഏത് റേഷ്യയിലാണോ ഇത് 5ഉം ചേരേണ്ടത് അതനുസരിച്ച് ഈശ്വരൻ ആ കൃത്യം നിർവഹിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ അത് വേണ്ട വിധം യോജിപ്പിക്കുന്നത് അത് ഈശ്വരനാണ്. നമ്മൾക്കൊന്നും അതിലൊന്നും യാതൊരു കൈകടത്തുമില്ല. അപ്പം നമ്മൾക്കിത് വേണമെങ്കിൽ പറയാം, ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയെന്നാൽ പല പല കളറ് കൊടുക്കാനുണ്ട് ചിത്രത്തിന് അല്ലേ? ചിത്രകാരൻ അത് വരയ്ക്കുമ്പോൾ അപ്പോൾ ആ പല പല കളറുകളും അയാളതിൻ്റെ അത് ഓരോ സ്ഥാനത്തും എത്രമാത്രം അത് ചേരണം, എത്ര കളറ് വേണം, അല്ല പല കളറുകൾ കൂട്ടിച്ചേർത്ത് മറ്റൊരു കളറാക്കി ഒക്കെ ചിത്രം വരയ്ക്കുന്നവർ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ചേർത്താൽ ഏത് യോജിക്കുന്ന കളർ കിട്ടും എന്നൊക്കെ അത് ആ ചിത്രകാരനെ അറിയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഓരോന്നും ഏത് റേഷ്യയിൽ ചേർത്ത് വേണം ഓരോന്നും നിർമ്മിക്കുവാൻ എന്നുള്ളത് സർവേശ്വരൻ മാത്രം നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 5 വിധത്തിലുള്ള ഈ പഞ്ചഭൂതങ്ങൾ, ഇപ്പോൾ പഞ്ചഭൂതങ്ങൾക്ക് ഗുണമുണ്ടെന്ന് പറഞ്ഞു. പൃഥ്വിക്ക് ഗന്ധം, ജലത്തിന് രസം, തേജസ്സിന് രൂപം, വായുവിന് സ്പർശം, ആകാശത്തിന് ശബ്ദം. പഞ്ചഭൂതങ്ങൾ 5ഉം ഇതാണല്ലോ: പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം അല്ലേ?
അപ്പോൾ ഇവയുടെ ഓരോന്നിൻ്റെ ഗുണവുമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ 5 ഗുണങ്ങളും, അതായത് നമ്മുടെ ശരീരത്തിൽ ഇതുണ്ട്, നമ്മുടെ ശരീരം ഇതുകൊണ്ടാണോ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങൾക്ക് ഇരിക്കുവാനുള്ള സ്ഥലവുമൊക്കെ ഉണ്ട്. നമ്മൾക്കിതൊന്നും അറിയില്ല. നമ്മൾ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമാണോ എന്ന് ചോദിച്ചാൽ അതും നമുക്കറിയില്ല അല്ലേ, എങ്ങനെയാണ് അറിയുന്നത്? അപ്പം നമ്മുടെ മരണമൊക്കെ കഴിഞ്ഞ് പഞ്ചഭൂതത്തിൽ ലയിച്ചു എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. കത്തിത്തീർന്ന് കഴിയുമ്പോൾ വെറും ഒരു പിടി ചാരം എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അകത്തേക്ക് കയറി എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം, ഇതൊന്നും നമ്മളാരും ചിന്തിക്കാറേ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ, അപ്പോൾ ഈ ഗുണങ്ങൾ, അതായത് പഞ്ചഭൂതങ്ങൾക്ക് ഗുണങ്ങളുണ്ട്, അതുകൊണ്ടാണ് സഗുണം എന്നിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളോടും കൂടിയ ആ പഞ്ചഭൂതങ്ങൾ, അവയിൽ നിന്നും വ്യത്യസ്തമായ അതിൻ്റെയും അപ്പുറത്ത് കടന്നു നിൽക്കുന്ന ഉത്കൃഷ്ടനായ ഗുരുവിന് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പം അതായത് ഈ പഞ്ചഭൂതങ്ങളുടെ ഗുണമോ മറ്റ് ഇന്ദ്രിയാദികളുടെ വിഷയങ്ങളാണ് ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന് നമ്മൾക്ക് അറിയാം. അപ്പം ഇതൊന്നും ബാധിക്കുന്നില്ല ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം. ഇതിനെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന തേജസ്വരൂപനായ പരബ്രഹ്മസ്വരൂപിയായ ഗുരുവിനെയാണ് ചൈതന്യസ്വാമികൾ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങളെല്ലാം സഗുണത്തോടു കൂടിയതാവുമ്പോൾ ഇതൊന്നും ബാധിക്കാത്ത ഗുരുവിനെ ഗുരു നിർഗുണനാണെന്ന് നമ്മൾക്ക് പറയാം അല്ലേ, ഇതൊന്നും ബാധിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. മന്ത്രം 20. അവസ്ഥാത്രയ സാക്ഷിണേ നമഃ. ഇവിടെ പറയുന്നത് അവസ്ഥാത്രയ സാക്ഷിണേ നമഃ. അവസ്ഥാത്രയങ്ങൾക്കും സാക്ഷിരൂപനായി വർത്തിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അപ്പം അവസ്ഥാത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ജാഗ്രം, സ്വപ്നം, സുഷുപ്തി, ഇതാണ് അവസ്ഥാത്രയങ്ങൾ എന്ന് പറയുന്നത്. അതായത് 3 അവസ്ഥകൾ. അപ്പം ഈ 3 അവസ്ഥകളിൽ കൂടിയാണ് നമ്മളെന്നും കടന്നു പോകുന്നത്, നമ്മൾ ഓരോരുത്തരും. അപ്പം അത് ആദ്യമായിട്ട് ജാഗ്രത അവസ്ഥ, അവിടെ നമ്മുടെ സ്ഥൂല ശരീരം, അതും നമ്മുടെ മനസ്സുമൊക്കെ ലൗകിക വ്യവഹാരങ്ങളിൽ ഇടപെടുന്നതാണ്. പിന്നെ സ്വപ്നം എന്ന് പറയുന്നത് അത് മനസ്സ് പ്രവർത്തിക്കുന്നതാണ്. അവിടെ സ്വപ്ന അവസ്ഥയിൽ അവിടെ ഇന്ദ്രിയങ്ങൾക്ക് യാതൊരു ജോലിയുമില്ല, അവ പ്രവർത്തിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥ ആണ് സ്വപ്നാവസ്ഥ. പിന്നെ സുഷുപ്തി എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട്, അതായത് നമ്മൾ നന്നായിട്ട് ഉറങ്ങി എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം അവിടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒന്നും പ്രവർത്തിക്കാതെ ആനന്ദമയമായിരിക്കുന്ന ആത്മാവിനോട് ചേർന്ന് ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾക്ക് സുഷുപ്തി എന്ന് പറയാവുന്നത്. അപ്പോൾ അവിടെ സ്വപ്നവുമില്ല, അവിടെ ലൗകിക വ്യവഹാരങ്ങളും യാതൊന്നുമില്ലാത്ത ഒരു അവസ്ഥ. അപ്പോൾ ഈ 3 അവസ്ഥകളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴും എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവസ്ഥാത്രയ സാക്ഷിണേ നമഃ എന്നാണ് അല്ലേ. അപ്പോൾ അതിനെല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ഒരു ചൈതന്യം, ആ ഒരു ചൈതന്യമുണ്ട്. അപ്പോൾ ആ ചൈതന്യത്തെ നമ്മൾക്കറിയാം, ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ചൈതന്യമാണ് എല്ലാത്തിനും നമ്മൾക്ക് സകലതും ആ ചൈതന്യം അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഓരോന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 3 അവസ്ഥകളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴും ഈ ചൈതന്യം അവിടെ എല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉണർന്നിരുന്ന് നമ്മളത് ലോകവ്യവഹാരങ്ങളിൽ ഇടപെടുമ്പോൾ ഈ ചൈതന്യം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്വപ്നാവസ്ഥയിലാണെങ്കിലും
ഈ ചൈതന്യം അവിടെ ഇല്ലെങ്കിൽ, മനസ്സ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് സ്വപ്നം കാണുന്നത്? അത് തന്നെ ഉറക്കത്തിൻ്റെ അവിടെയും വരും. അപ്പോൾ ഉറക്കം നമ്മൾ ഉണർന്ന് കഴിയുമ്പോൾ നമ്മൾ പറയുമോ, ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്നൊക്കെ പറയുമല്ലേ. അപ്പോൾ ആ ഉറങ്ങിയ സുഖം അനുഭവിക്കുന്നത് ആരാണ്? അപ്പോൾ അങ്ങനെയുള്ള ഈ 3 അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോഴും ഇതിനെല്ലാം സാക്ഷിയായിട്ട് നിൽക്കുന്ന എന്നാണ് അവസ്ഥാത്രയ സാക്ഷിണി എന്ന് പറയുമ്പോൾ. അപ്പം മനസ്സ് പ്രവർത്തിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, ഇത് രണ്ടും പിന്മാറിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ സുഷുപ്തിയിലേക്ക് വരുമ്പോഴാണ്, അവിടെയാണ് നമ്മൾക്ക് ക്ലിയർ ആകുന്നത് ഇങ്ങനൊരു ചൈതന്യം അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾക്കിത് ആത്മോപദേശ ശതകത്തിൽ ഗുരു പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഒരു 5ാമത്തെ ശ്ലോകമല്ലേ, 5ആണെന്ന് തോന്നുന്നു. ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും, ഇതൊക്കെയും ഉറ്റുപാർത്ത് നിൽക്കും വിലമതിയാത വിളക്ക്. ആ വിലമതിയാത വിളക്കാണ് ചൈതന്യം എന്ന് പറയുന്നത്. ഇതെല്ലാം ഉറ്റുപാർത്ത് നിൽക്കുന്ന വിലമതിയാത വിളക്കാണ്. നമ്മൾ ഏതവസ്ഥയിൽ കൂടിയാണോ നമ്മൾ കടന്നു പോകുന്നത്, നമ്മൾ എന്താണോ ക്രിയകൾ ചെയ്യുന്നത്, ഇതെല്ലാം ഉറ്റുപാർത്ത് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള എല്ലാത്തിനും സാക്ഷിയായി വർത്തിക്കുന്നതെന്നാണ് നമ്മൾക്ക് പറയാൻ പറ്റുന്നത്. ആ സാക്ഷ്യരൂപത്തിലിരിക്കുന്ന ഗുരു. നമ്മൾ ഇതിൽ കൂടിയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിലും ആത്മചൈതന്യം ഇതൊന്നും അറിയുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് താമരയില അല്ലേ. താമരയില വെള്ളത്തിൽ കിടന്നാലും വെള്ളത്തിൽ എത്ര കിടന്നാലും അതിൻ്റെ ഇലയിൽ ആ വെള്ളം പറ്റിപ്പിടിക്കുന്നില്ല അല്ലേ. അതായത് നമ്മൾ വെള്ളത്തിൽ എന്തെങ്കിലും ഇട്ടാൽ അത് നനഞ്ഞു പോകുന്നല്ലോ. അപ്പോൾ ഇവിടെ താമരയിലയെ സംബന്ധിച്ച് വെള്ളം അതിലൊട്ടും തന്നെ പിടിക്കുന്നില്ല എന്ന് നമ്മൾക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ ആത്മചൈതന്യത്തെയും കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ അവസ്ഥകളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയാലും ഈ ആത്മചൈതന്യത്തെ ഇതൊന്നും യേശുന്നില്ല. അപ്പോൾ അത് നിസ്സംഗനായിട്ട് ഇരിക്കുന്നതായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ആത്മാവിൻ്റെ അവസ്ഥ. പക്ഷേ പല സ്ഥലങ്ങളിലും ആത്മചൈതന്യമാണ് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവിടെ മായ എന്നൊരു ശക്തിയെ വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ മായാശക്തിയാണ് എല്ലാം ചെയ്യിക്കുന്നത്. ആത്മാവ് എപ്പോഴും നിസ്സംഗനായിട്ട് തന്നെ വർത്തിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാക്ഷി. അപ്പം അങ്ങനെയുള്ളൊരു സാക്ഷിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം 3 അവസ്ഥകളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ അവസ്ഥാത്രയ സാക്ഷിണയെ നമ്മൾ ഇതിനെല്ലാത്തിനും സാക്ഷിയായിട്ട് ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമാത്മ സ്വരൂപം, അങ്ങനെയുള്ള പരമാത്മ സ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഇവിടെ ചൈതന്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഇവിടെ ഗുരു ആ ഗുരുവിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ആത്മചൈതന്യം നിസ്സംഗനാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗുരു ആരാണ്? ഗുരു പരബ്രഹ്മം തന്നെയാണ്, സംശയമില്ലാത്ത കാര്യം. അപ്പോൾ ആ ആത്മചൈതന്യത്തിന് നമ്മൾ പറയുന്ന ആ വിശേഷണം ഇവിടെ ഗുരുവിനും യോജിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചൈതന്യസ്വാമികൾ ഗുരുവിനെ അവസ്ഥാത്രയ സാക്ഷിണേ നമഃ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഈ വാക്കുകൾ ഗുരുമഹാഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ.